പേരാമ്പ്രയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിനിടെ സംഘർഷാവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നു. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അതിക്രമത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവിടെ പേരാമ്പ്രയിൽ നടക്കുന്നത്. ഇന്നലത്തിന് സമാനമായ രംഗങ്ങൾ നമ്മൾ കാണുന്നു. സംഘർഷാവസ്ഥ ഇപ്പോഴും അയഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു മലപ്പുറം പേരാമ്പ്രയിൽ നിന്നും. ഷഹദ്, പ്രതിഷേധത്തിനിടെയാണ് ഈ സംഘർഷാവസ്ഥ ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ സംഘർഷം ഈ രീതിയിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പോലീസ് പ്രവർത്തകരെ തടഞ്ഞത് തന്നെയാണോ? പ്രജിൻ, പ്രധാനമായിട്ടും ഇന്നലെ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ കൂട്ടത്തിലുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ KM അഭിജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിക്കില്ല, കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതുവരെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകും എന്നുള്ളത്. KC വേണുഗോപാൽ അല്പസമയം മുൻപാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പോലീസിന്റെ വലിയൊരു സാന്നിധ്യം ഈ പരിപാടി നടക്കുന്ന ഇടത്തുണ്ട്. നമുക്കറിയാം, ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ വലിയ സംഘർഷം നടന്ന പശ്ചാത്തലത്തിൽ ഈ ബസ് സ്റ്റാൻഡിനും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ പോലീസ് സന്നാഹമുണ്ട്. അതിനിടയിലാണ് ഈ KC വേണുഗോപാൽ വന്ന് ഇറങ്ങി തൊട്ടു പുറകെ പ്രവർത്തകരൊന്നായി ഈ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്ക് KM അഭിജിത്തിനോട് പക്ഷേ പ്രതികരണം ആരായുമെന്ന് വിചാരിക്കുന്നു. KM അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്ന് അന്വയിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. KM അഭി, എന്താണ് ഇപ്പം നിലവിൽ നേരത്തെ പറഞ്ഞു, അതായത് പോലീസിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ് ഈ പ്രതിഷേധം? ഇന്നലെയും മെനയാന്നും ഈ പേരാമ്പ്രയിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് പോലീസാണ്. ശ്രീ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ തെരഞ്ഞു പിടിച്ചടിച്ചതും CPM അനുഭവികളായിട്ടുള്ള പോലീസുകാരാണ്. സമാനമായി ഇന്നത്തെ ഒരു പ്രതിഷേധ യോഗത്തെ അലങ്കോലപ്പെടുത്താനും ശ്രമിക്കുന്ന പോലീസാണ്. അവിടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രവർത്തകർക്കുള്ളത്. അത് പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തി പോലീസ് പിരിഞ്ഞുപോയി. ഞങ്ങൾ ഇനിയും ഇതിനെ അലങ്കോലപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചാൽ ശക്തമായ പ്രതിരോധവും ചെറുത്തുനിൽപ്പുണ്ടാകും. അതായത് ഇന്നലെ ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പോലീസ് അതായത് തുടർച്ചയായിട്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരും എന്നുള്ളതാണ് ഇപ്പോൾ KM അഭിജിത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസ് മുഴുവനായും ഈ സ്റ്റാൻഡിൽ നിന്ന് ഈ പ്രതിഷേധം കാരണത്താൽ ഇപ്പോൾ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ വേദിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രശ്നം നടക്കുന്ന സമയത്തും സമാന്തരമായിട്ട് വേദിയിലെ പരിപാടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൃത്യമായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. MK രാഘവൻ MP ഇപ്പോൾ KC വേണുഗോപാൽ സംസാരിക്കുന്നവർ, പക്ഷേ അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. രജിത, പേരാമ്പ്രയിൽ നിന്നും ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഭാഗത്ത് അവിടെ നേതാക്കൾ പ്രസംഗിക്കുന്നു, മറുഭാഗത്ത് ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. പോലീസുകാർക്കിടയിൽ ഇന്നലെ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചവരുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ചെറിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായത്. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും പോലീസിന്റെ ഭാഗത്തും ഈ രീതിയിൽ പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കും എന്നുകൂടി ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.